ഏപ്രിൽ 10-ാം തീയതി തിയേറ്ററിലെത്തുന്ന മമ്മൂക്ക മൂവിയാണ് ബസൂക്ക. സിനിമയ്ക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അതോടൊപ്പം തന്നെ സിനിമയുടെ രസകരമായിട്ടുള്ള പേരൊക്കെ വന്നതോടുകൂടെ നല്ലൊരു ഹൈപ്പിലേക്ക് തുടക്കം മുതലേ എത്താൻ ബസൂക്ക എന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ചെറിയ നീളൽ വന്നതോടുകൂടെ സിനിമയുടെ ഹൈപ്പ് കാര്യങ്ങളെല്ലാം പതിയെ പതിയെ ഡൗൺ ആയി. പിന്നെ ടീസർ വന്നപ്പോൾ ഹൈപ്പ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെയും 6-7 മാസങ്ങൾ കഴിഞ്ഞു സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരാന്. പിന്നെ ട്രെയിലർ വന്നു. ട്രെയിലർ വലിയൊരു ഹൈപ്പിലേക്ക് സിനിമയെ ചെന്നെത്തിക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഒരു കാര്യം ഉണ്ടായില്ല ട്രെയിലർ കൊണ്ട് എന്നാണ് ചില ആളുകൾ പറയുന്നത്. പൊതുവെ മമ്മൂക്ക സിനിമകൾക്ക് പ്രൊമോഷൻ കുറവാണ് എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. എന്നാൽ ബസൂക്ക എന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആരാധകർക്ക്. കാരണം മമ്മൂട്ടി കമ്പനിയല്ല ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം സിനിമക്ക് കിട്ടും. സിനിമ തിയേറ്ററിലെത്താൻ 55-60 ദിവസങ്ങൾ ഉള്ളപ്പോൾ തന്നെ സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടത് ഒരു ശുഭവാർത്ത തന്നെയായിരുന്നു അതെല്ലാം. എന്നാൽ പിന്നെ എവിടെയൊക്കെയോ ബസൂക്ക എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിൽ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അത് ആരാധകരെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും തിയേറ്ററിൽ ഹിറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു മൂവി തന്നെയാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ. എന്തുകൊണ്ടാണ് സിനിമക്ക് പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കാത്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇനി ഈ സിനിമ തിയേറ്ററിലെത്താൻ ജസ്റ്റ് 9 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഡിനോ ഡെന്നീസ് എന്ന് പറയുന്ന നവാഗത സംവിധായകനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മമ്മൂക്ക റെസ്റ്റിലാണെങ്കിൽ സിനിമയിൽ അഭിനയിച്ച ഒട്ടനവധി താരങ്ങളുണ്ടല്ലോ. ഷൈൻ ടോം ചാക്കോ, അതുപോലെ ഗൗതം വാസുദേവ് മേനോന്, സിദ്ധാർത്ഥ് ഭരതൻ, ഇവരൊക്കെ വെച്ചിട്ട് ഇന്റർവ്യൂയും പ്രസ് മീറ്റും കാര്യങ്ങളെല്ലാം നടത്തണം. അങ്ങനെയല്ലേ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കയറ്റേണ്ടത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ ട്രെയിലറിന് 2 അഭിപ്രായമാണ് ആൾക്കാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ പ്രൊമോഷൻ മെറ്റീരിയൽ ആയിട്ട് ഇനിയും കുഞ്ഞൻ 1-2 ടീസറും അതോടൊപ്പം തന്നെ സിനിമയിൽ എന്തോ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വിടണം എന്നാണ് നമ്മുടെ ഒരു പക്ഷം. എങ്കിൽ മാത്രമേ ആദ്യ ഷോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആള് എത്തുകയുള്ളൂ. ഒരു മമ്മൂക്ക മൂവിയാണ്, വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. അപ്പോൾ ആരാധകർക്കും താല്പര്യം ഉണ്ടാവും നമ്മുടെ താരത്തിന്റെ സിനിമ ഒട്ടനവധി തിയേറ്ററിൽ റിലീസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നല്ല ഇനീഷ്യൽ കളക്ഷൻ വീക്കെൻഡിലും ആദ്യ ദിവസമൊക്കെ നേടണം എന്നുള്ളത്. അതൊക്കെ കിട്ടണമെങ്കിൽ ഒട്ടനവധി തിയേറ്ററിൽ ആദ്യ ദിവസം സിനിമ പ്രദർശനത്തിന് എത്തണം. സോളോ റിലീസ് അല്ല ബസൂക്കക്ക്. അതുകൊണ്ട് തന്നെ ക്ലാസ് റിലീസായിട്ട് വേറെയും അനേകം സിനിമകളുണ്ട്. അവരുടെയൊക്കെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം അത്യാവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ മമ്മൂക്ക സിനിമയിൽ കണ്ടതാണ്. ഡൊമിനിക് എന്ന സിനിമയ്ക്ക് വേണ്ടത്ര പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കാത്തതിനാൽ ആ ഒരു സിനിമയ്ക്ക് ഇനീഷ്യൽ കളക്ഷനും അതോടൊപ്പം തന്നെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം ആ ഒരു സിനിമയുടെ അഭിപ്രായത്തിന്റെ അടുത്തേക്ക് കളക്ഷൻ കാര്യങ്ങളെല്ലാം എത്തിപ്പിടിക്കാൻ ആ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം എല്ലാവരും പറയുന്നത് പ്രൊമോഷന്റെ അഭാവം കൊണ്ട് മാത്രമാണ്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയായിരുന്നു ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമയ്ക്ക് പ്രൊമോഷന്റെ അഭാവം കൊണ്ട് അത്തരത്തിലൊക്കെ സംഭവിച്ചു. ആ ഒരു അവസ്ഥ മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിന് വരരുത് എന്നും കൂടെ ആരാധകർ കൂട്ടിച്ചേർക്കുന്നു. ഇനി പടം തിയേറ്ററിലെത്താൻ 9 ദിവസം മാത്രമാണുള്ളത്. ആ ഒരു സമയത്ത് അത്യാവശ്യം മിനിമം ഒരു പ്രൊമോഷനെങ്കിലും കൊടുക്കണം. നമ്മുടെ തന്നെ ലാലേട്ടൻ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അവസാനത്തെ 10 ദിവസങ്ങളിലാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം വന്നത്. നല്ലൊരു ഹൈപ്പിലേക്ക് ആ ഒരു സിനിമ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവൽ ഹൈപ്പിലേക്കൊന്നും എത്തിയില്ലെങ്കിലും അത്യാവശ്യം ഒരു പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ബസൂക്ക എന്ന സിനിമക്ക് കൊടുക്കണമെന്നാണ് ആരാധകരും നമ്മുടെയും ഒരു അഭിപ്രായം. മമ്മൂക്ക തന്നെ ഒരു പഴയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ബസൂക്ക ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആണെങ്കിലും അതും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം പരീക്ഷണ സ്വഭാവമുള്ള ഒരു എന്റർടൈനർ മൂവിയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു വൈശാഖ് അതുപോലെ അജയ് വാസുദേവ് മേനോനൊക്കെ ഒരുക്കുന്ന രീതിയിലുള്ള ഒരു മാസ് എന്റർടൈനർ, ഒരു കൊമേഴ്ഷ്യൽ സ്വഭാവമുള്ള സിനിമയല്ല നമ്മൾ ഡിനോ ഡെന്നീസിന്റെ അടുത്ത് നിന്നും പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ക സ്റ്റൈലിഷ് ആയിട്ടുള്ള പുതിയ രീതിയിലുള്ള മേക്കിംഗ് ഒക്കെ മലയാള സിനിമക്ക് കാണാൻ സാധിക്കുമെന്നാണ് ബസൂക്ക എന്ന ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ആരാധകർ പ്രതീക്ഷിക്കുന്ന പോലെ നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ലൈവായി നിൽക്കാൻ ബസൂക്ക എന്ന സിനിമക്ക് സാധിക്കട്ടെ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരാം. ഓക്കെ, ബൈ.